കേരളത്തിൽ ഈ റൗണ്ട് പൂർത്തിയാകുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച LDF അനുകൂലമായൊരു കാറ്റ് വീശുകയാണ്. ആ കാറ്റ് വരും ദിവസങ്ങളിൽ ശക്തിപ്പെടും എന്ന് വേണം കരുതാൻ. ആ കാറ്റ് ശക്തിപ്പെടുത്താൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാ LDF ഘടകങ്ങളും ഞങ്ങളുടെ പങ്ക് നിറവേറ്റുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഫലം ഇക്കുറി മുൻ വർഷത്തേതിൻ്റെ വിപരീതമായിരിക്കുമെന്ന് ഉറപ്പിക്കാം. അന്ന് 19-1 ഞങ്ങളിപ്പോൾ പോരാടുന്നത് 20-20 ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അത് വെറും സ്വപ്നമല്ല, വോട്ടർമാരുടെ പൾസ് അതാണ് കാണിക്കുന്നത്. അത് വെറുതെ ഉണ്ടായ ഒന്നല്ല. ഈ തിരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം മോദി വാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കലാണ്. മോദി ഭരണം എല്ലാ തരത്തിലും വിശ്വാസവഞ്ചനയും വാക്ക് പാലിക്കാത്തതിൻ്റെയും ഗവൺമെൻറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. ഓരോ മോദി ഗ്യാരൻറ്റിയും ഇവിടെ പൊളിഞ്ഞു വീഴുകയായിരുന്നു. മോദിയുടെ ഒന്നാമത്തെ ഗ്യാരൻറ്റി നമുക്ക് ഓർക്കാം. ഓരോ അക്കൗണ്ടിലേക്കുമുള്ള പണമായിരുന്നു അത്. വിദേശത്തുള്ള എല്ലാ കള്ളപ്പണവും തിരിച്ചു കൊണ്ടുവന്ന് ആ മൊത്തം കള്ളപ്പണത്തിന് മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ അദ്ദേഹം അന്ന് പറഞ്ഞു അത് 15 ആയിരിക്കുമെന്ന് പറഞ്ഞു. 15 ലക്ഷം രൂപ ഓരോ അക്കൗണ്ടിലേക്കും. ആ പണം അവിടെ പോയി. അവിടെ നിന്ന് ആരംഭിക്കുന്നു മോദിയുടെ വിശ്വാസവഞ്ചന, ഗ്യാരൻറ്റികളുടെ പൊള്ളത്തരം. ആ മോദി ഇക്കുറി വീണ്ടും ഗ്യാരൻറ്റികളുടെ ആവർത്തനം കൊണ്ട് എല്ലാവരെയും കബളിപ്പിക്കാൻ കഴിയുമെന്ന വ്യാമോഹത്തിൽ രാജ്യം മുഴുവൻ നടത്തിയ പ്രചാരവേലയെ ജനങ്ങൾ തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് ആ വാഴ്ചയ്ക്ക് അന്തം കുറിക്കാൻ കേരളം അതിൻ്റെ പങ്ക് വഹിക്കും. ആ പങ്ക് വഹിക്കാൻ മറ്റാരേക്കാളും കഴിയുക കേരളത്തിനായിരിക്കും എന്ന് LDFന് ബോധ്യമുണ്ട്. ഇവിടുത്തെ കോൺഗ്രസ് വിചിത്രമായ കോൺഗ്രസ്സാണ്. ഈ കോൺഗ്രസ്സിന് BJP ആണ് ചങ്ങാതി. കാരണം അന്ധമായ ഇടതുപക്ഷ വിരോധമാണ്. അതിനെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ കോൺഗ്രസ്സിന് രണ്ടാം വട്ടം ചിന്തിക്കേണ്ടതില്ല BJPയുമായി കൈകോർത്ത് പിടിക്കാൻ. ഇന്ത്യയിലെമ്പാടും കാണുന്ന കാഴ്ചയും അതുതന്നെയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും നേതാക്കന്മാർ കൂട്ടം കൂട്ടമായി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസും UDFും തിരഞ്ഞെടുപ്പിൽ LDF വിരോധം മൂലം BJPയുമായി ബന്ധമുണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. അത് ആദ്യമായിട്ടല്ല കേരളം കാണുന്നത്. മുമ്പും പലപ്പോഴും കണ്ട കാഴ്ചയാണത്. അതിനാണ് നാം പണ്ട് കോ-ലീ-ബി സഖ്യമെന്ന് വിളിച്ചത്. ആ സഖ്യത്തിൻ്റെ ആവർത്തനം ഇക്കുറിയും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് BJP കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേണം വിജയിക്കാനെന്ന് LDFൻ്റെ അണികൾക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. ആ ബോധ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ഞങ്ങൾ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഊർജവും ഇരട്ടി ശക്തിയും പകരുമെന്നും എല്ലാവർക്കും ഉറപ്പിക്കാം. ഞങ്ങൾക്കായി പ്രവർത്തിക്കാനുള്ളത് 10,000-കണക്കായ പ്രവർത്തകന്മാരാണ്. അവരുടെ എല്ലാം രാഷ്ട്രീയ ബോധമാണ്, ആത്മവിശ്വാസമാണ്. അപ്പുറത്ത് കണക്കറ്റ കള്ളപ്പണമുണ്ടാകും. BJP കള്ളപ്പണത്തിൻ്റെ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് എല്ലാ തരത്തിലുമുള്ള നീചമായ പണവുമായി അവിശുദ്ധ ബന്ധമുണ്ട്. ലെറ്ററൽ ബോണ്ടിൻ്റെ കഥയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ലെറ്ററൽ ബോണ്ട് BJPയുടെ യഥാർത്ഥമായ മുഖച്ഛായ തെളിയിച്ചിട്ടുണ്ട്. ലെറ്ററൽ ബോണ്ട്
എത്രമാത്രം കറുത്ത മുഖമാണ് മോദി സർക്കാർ മുഖമെന്ന കാര്യം വിളിച്ചറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റുട്ടീൻ നോക്കിയാൽ കാണാൻ കഴിയും. ആദ്യം ഒരു ED റെയ്ഡാണ്. അത് കഴിയുമ്പോൾ റെയ്ഡ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ പോയി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കും. ആ ബോണ്ട് BJP പണമായിട്ട് മാറും. ഇതാണതിൻ്റെ റൂട്ടെന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. ആ പ്രവർത്തനത്തിൽ BJP ഗവൺമെൻറ് SBIയെ പൂർണ്ണമായും പരിഹാസ്യമാക്കി മാറ്റിയെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെട്ടത് ബാങ്ക് ഓഫ് ദ കൺട്രി എന്നായിരുന്നു. ആ ബാങ്കിനെ എല്ലാ ബാങ്കിനെയും പോലെ തന്നെ അതിനുണ്ടായിരുന്ന വിശ്വാസ്യത, ആ വിശ്വാസ്യതയെ പരിപൂർണമായും തകർത്തുകൊണ്ട് SBIയെ കള്ളപ്പണത്തിൻ്റെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിനിമയത്തിൻ്റെ രംഗത്ത് BJP എത്രമാത്രം താറടിച്ച് കാണിച്ചുവെന്ന് നിക്ഷേപകർക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ BJPയുടെ ഫണ്ടിലേക്ക് ഒഴുകിയ കള്ളപ്പണത്തെ വെളുപ്പിക്കാൻ വേണ്ടിയുള്ള വാഷിംഗ് മെഷീനാക്കി BJP ഗവൺമെൻറ് SBIയെ മാറ്റിയെന്ന കാര്യം നാം കണ്ടു കഴിഞ്ഞു. SBIക്ക് നഷ്ടപ്പെട്ടു പോയ അതിൻ്റെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത വീണ്ടെടുക്കാൻ തീർച്ചയായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നേക്കാം. അത് ആ ബാങ്കും അധികൃതന്മാരും മാത്രം നോക്കിയാൽ പോരാ. ഈ ഗവൺമെൻറ് SBI എത്രമാത്രം അവഹേളിച്ച കേന്ദ്ര ഗവൺമെൻറ് ഉത്തരം പറയേണ്ട കാര്യമാണെന്ന് കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. SBIയുടെ മേൽ പുരണ്ട ഈ കളങ്കം കേന്ദ്ര ഗവൺമെൻറ് ഏൽപ്പിച്ചതാണ്. ആ ഗവൺമെൻറ്റാണ് ഉത്തരം പറയേണ്ടത്. നിക്ഷേപകന്മാരോട്, SBIയോട് BJP ഗവൺമെൻറ് ഉത്തരം പറഞ്ഞേ തീരൂ. ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ ഒരുപാട് നേരം സംസാരിച്ചു. അവരുടെ പത്രസമ്മേളനത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു. അവർ ഊന്നി പറഞ്ഞത് മസിൽ പവറും മണി പവറും ഒന്നും ഇല്ലാത്ത ഒരു ഇലക്ഷനായിട്ടത് മാറുമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ മാറ്റാൻ അവർ ശ്രമിക്കുമോ? വാസ്തവത്തിൽ മണി പവറിനെ, മസിൽ പവറിനെ മറികടക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ ഗൗരവമായി നീങ്ങുമെന്ന് അറിയുവാൻ നമുക്കെല്ലാം ആകാംക്ഷയുണ്ട്. കാരണം ആ കമ്മീഷനെ പലപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് മസിൽ പവറിൻ്റെയും മണി പവറിൻ്റെയും കൂടാരമാണെന്ന കാര്യം നമുക്ക് മറക്കാൻ പാടില്ല. അതുകൊണ്ട് ആ വാക്ക് എത്രമാത്രം പാലിക്കപ്പെടുമെന്ന് ആർക്കും കൃത്യമായി പറയാൻ കഴിയുകയില്ല. ഇലക്ഷൻ്റെ രംഗത്തെ ചോദ്യമാണ്, എന്താണ് മെഷീൻ്റെ വിശ്വാസ്യത, EVMൻ്റെ വിശ്വാസ്യത എന്താണ് VVPAT എന്ന് പറയുന്നതിൻ്റെ വിശ്വാസ്യത? അതേപ്പറ്റി കൃത്യമായിട്ട് ഉത്തരം പറയാൻ ഇന്നും കഴിയുന്നില്ല ഇലക്ഷൻ കമ്മീഷന്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ആവശ്യപ്പെടുന്നു, തിരഞ്ഞെടുപ്പിനെ ഫ്രീ ആൻഡ് ഫെയർ ആക്കണം. അത് നീതിപൂർവകമാകണം, സുതാര്യമാകണം, അതിനകത്ത് പൂർണ്ണമായിട്ടുമുള്ള മൂല്യങ്ങൾ പാലിക്കപ്പെടണം. അതിനുറപ്പുണ്ടാകാൻ ഇലക്ഷൻ കമ്മീഷൻ എന്തൊക്കെ ചെയ്യുമെന്ന് ഇനിയും വ്യക്തമാക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട്. ഒരു കാര്യം മാത്രം അവർ പറയേണ്ടതായിരുന്നു ഇന്നലെ, പക്ഷെ പറഞ്ഞില്ല. ഇത് മാത്രമല്ല, അത് ഇത്രയും കടുത്ത ചൂടിൽ രാജ്യം മുഴുവനും തിളച്ചു മറിയുകയാണ്. ഈ ചൂട് താങ്ങാനാകാതെ അതൊരു പാർട്ടിയുടെയോ ഒരു സ്ഥാനാർത്ഥിയുടെയോ മാത്രം പ്രശ്നമല്ല, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പ്രശ്നമാണ്. പത്രപ്രവർത്തകന്മാർ, മറ്റാളുകൾ, ഉദ്യോഗസ്ഥന്മാർ എന്ന് വേണ്ട എല്ലാ ജനങ്ങളെയും പോലെ തന്നെയോ അതിനേക്കാളേറെയോ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഈ കൊടും ചൂടിൽ ആകെ വലയുകയാണ്. അവരുടെ എല്ലാവരുടെയും ആരോഗ്യാവസ്ഥയെ തന്നെ അത് ഒരുപക്ഷെ വധിച്ചേക്കാമെന്ന് കാണുവാൻ കാലമായിരിക്കുന്നു. ആ ചുറ്റുപാടിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു സമയത്തിൻ്റെ നിയന്ത്രണം ഉണ്ടാക്കുന്ന കാര്യം എന്ത് ചിന്തിച്ചില്ല. ഇത്രയും തീക്ഷ്ണമായ ചൂടുള്ള സമയത്ത്, ഉദാഹരണത്തിന് 12 മണി മുതൽ ഉച്ചയ്ക്ക് 3 വരെയുള്ള സമയത്ത് എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഈ കൊടും ചൂടിൻ്റെ വിപത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ട മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട കടമയുണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷന്. പക്ഷേ ആ കമ്മീഷൻ അതേപ്പറ്റി ഒന്നും മിണ്ടിക്കണ്ടില്ല. ഇത്രയും കടുത്ത താപത്തിൻ്റെ മുമ്പിൽ ജനങ്ങളാകെ പൊറുതുമുട്ടിക്കഴിയുമ്പോൾ ഈ താപനത്തിൻ്റെ ഫലമായിട്ട്
എല്ലാ തരത്തിലുള്ള കെടുതികളും ജനങ്ങളാകെ നേരിടുമ്പോൾ ഇലക്ഷൻ്റെ ഡേറ്റ് മാറ്റാൻ പറ്റില്ല, പക്ഷേ ക്യാമ്പയിൻ സ്വഭാവത്തെ മാറ്റാൻ പറ്റും. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും ബാധകമാകണം. അത് ഒരു പാർട്ടിക്കോ സ്ഥാനാർത്ഥിക്കോ അല്ല, എല്ലാ പാർട്ടികൾക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ബാധക വിധത്തിൽ ഒരു സമയത്തിൻ്റെ ക്രമീകരണം ഉണ്ടാക്കാൻ കഴിയേണ്ടതായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, 12 മണിക്കും 3 മണിക്കും ഇടയുള്ള സമയത്ത്, ഈ ചൂടിൻ്റെ ഏറ്റവും കടുത്ത ആഘാതമുള്ള സമയത്ത് എല്ലാവരുടെയും പ്രവർത്തനങ്ങൾക്ക് ഔട്ട്ഡോർ അല്ലാതെ അകത്തുള്ള കമ്മിറ്റികളോ മീറ്റിങ്ങുകളോ ചർച്ചകളോ ഒക്കെ ആയിട്ട് ക്രമീകരിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ എല്ലാ പാർട്ടികളെയും വിളിച്ചു കൂട്ടി പറയേണ്ടതായിരുന്നു. അതിനായി എത്രയും വേഗം ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഈ ആശയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യണം. എന്നിട്ട് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മാർഗം കണ്ടെത്തണം. അതിനൊക്കെ മുൻകൈയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷനും അതേപ്പറ്റി ഒരു വാക്ക് പോലും പറയാതെ ഒത്തിരി വർത്തമാനം പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഒന്നും കൂടെ പറയാനുള്ളത് വെള്ളിയാഴ്ചയെ പറ്റിയാണ്. ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട ദിവസം ഒരു വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച വോട്ടിംഗ് ഡേ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളെപ്പറ്റി പല കേന്ദ്രങ്ങളും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ നിർണായകമായ ശതമാനം വരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ആവശ്യമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് അവഗണിക്കാവുന്ന ഒന്നല്ല എന്ന് ഞങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് ഗണ്യമായൊരു ഭാഗത്തിൻ്റെ വോട്ടർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച ഈ ദിവസം തന്നെ വോട്ടിംഗ് നടത്തുന്നതിൻ്റെ ആശാസ്യതയെപ്പറ്റി ചിന്തിക്കണം ഇലക്ഷൻ കമ്മീഷൻ. എന്നിട്ട് എല്ലാവരോടും ആലോചിച്ചുകൊണ്ട്, ആരെയും ഒഴിവാക്കിയിട്ടല്ല, എല്ലാവരെയും കൂട്ടിയിരുത്തിക്കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഫലപ്രദമായ സ്വീകാര്യമായ ഒരു പോംവഴിയെപ്പറ്റി ചിന്തിക്കുവാൻ കഴിയുമോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കാൻ ഘട്ടമായി സമയമായി എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതേപ്പറ്റി പറയാനുള്ളത്.